സഭാചരിത്രത്തിലെ തന്നെ ആദ്യ കൈയെഴുത്ത് ബൈബിൾ വിശ്വാസ പ്രഘോഷണ റാലിക്ക് സാക്ഷ്യം വഹിച്ച് സിബിഗിരി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി. ആയിരങ്ങൾ അണിനിരന്ന ബിബ്ലിയ 2024 ഇടവക പള്ളിയിൽ നിന്നും മുട്ടം മർത്തുമറിയം ടൗൺ പള്ളിയിലേക്കാണ് നടന്നത്. ഇടവകയിലെ വിശ്വാസി സമൂഹം ദൈവവചനം ആഴത്തിൽ പഠിക്കുന്നതിനും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും വചനാനുസൃതമായി ജീവിതം നയിക്കുന്നതിനും പ്രേരക ശക്തിയാകാൻ വേണ്ടിയാണ് 125ഓളം ബൈബിൾ കൈയെഴുത്തുപ്രതി തയ്യാറാക്കി വിശ്വാസ പ്രഘോഷണ റാലിയായി സംഘടിപ്പിച്ചത്. ഇടവകയിലെ കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരുമെല്ലാം ഈ യജ്ഞത്തിൽ പങ്കുകാരാവുകയും ദൈവവചനം അനുഭവവേദ്യമാക്കുകയും ചെയ്തു. മുഖ്യാതിഥിയായ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ റാലിയെ അഭിവാദനം ചെയ്തു. അഭിമന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവും നടത്തപ്പെട്ടു. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മാർഗമാണ് ബൈബിൾ കൈയെഴുത്തെന്ന് വിശ്വാസ പ്രഘോഷണ റാലി ഉദ്ഘാടനം ചെയ്യവേ മാർ ജേക്കബ് മുരിക്കൻ പറഞ്ഞു. വചനം ആഴത്തിൽ പഠിക്കുന്നതിനായി ഇടവകയിലെ 125 കുടുംബങ്ങൾ 120 ദിവസങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ 125 ബൈബിളുകൾ വിശ്വാസികൾ ഏവർക്കും ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവവചനത്തിന്റെ ആഘോഷമായ നമ്മളെല്ലാം അനുഭവിക്കുന്നത് ദൈവത്തിന്റെ വചനം കുടുംബമായിട്ടും കൂട്ടമായിട്ടും എല്ലാം എഴുതി ദേവാലയത്തിൽ സമർപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മളെല്ലാം കണ്ടത്. വിശ്വാസികളെല്ലാം ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും കൊച്ചച്ഛന്റെയും സന്യസ്തരുടെയും അൽമായ പ്രേക്ഷിതരുടെയും എല്ലാം നേതൃത്വത്തിൽ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദം എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ദൈവത്തിന്റെ വചനം വാർഡുകളിൽ കൂട്ടമായിട്ട് ആഘോഷമായിട്ടാണ് ഇടവക ദേവാലയത്തിൽ നിന്ന് ഈ ടൗൺ കപ്പേളയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ വരുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ സന്തോഷം. വളരെ രാവിലെ പ്രഭാതത്തിൽ വന്ന് കൃത്യമായി നല്ല അച്ചടക്കത്തോടെ ദൈവത്തിന്റെ വചനത്തിന്റെ പൂജ്യതയോടെ അവ നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അത് നമ്മെ സംബന്ധിച്ച് ഒരു സംസ്കാരമാണ്. ദൈവവചനത്തിന്റെ സംസ്കാരം നമ്മെ ഉണർത്തുമ്പോൾ ഇത് നമുക്കും ലോകത്തിനും കൃപയായിട്ട് ഭവിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ആമുഖ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, എല്ലാം അവൻ വഴി ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വചനത്തിന്റെ അർത്ഥം ലളിതമായിട്ട് യോഹന്നാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് വചനം? ആദിയിൽ ഉണ്ടായിരുന്നു, ദൈവമായിരുന്നു, എല്ലാറ്റിന്റെയും കാരണമായിരുന്നു, എല്ലാം അവൻ വഴി ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. ഈ ഒരു സത്യം വചനം എന്താണെന്ന് മനസ്സിലാക്കാനും ആ വചനത്തിന്റെ സമൃദ്ധി അനുഭവിക്കാനും നമ്മെ പ്രേരിപ്പിക്കുകയാണ്. എല്ലാത്തിന്റെയും കാരണം, എല്ലാം അവൻ വഴി ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. ബൈബിൾ കൈയെഴുത്തുപ്രതി വിശ്വാസ പ്രഘോഷണ റാലി നടത്താനുള്ള ഉദ്ദേശത്തെപ്പറ്റി വികാരി ഫാദർ ജോൺ പാളിത്തോട്ടം ഷെക്കനായ് ന്യൂസിനോട് പങ്കുവച്ചു. സിബിഗിരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. 2023 ഇടവകയുടെ ശതാബ്ദി വർഷമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ വചനത്തിൻ്റെ ആഴത്തിൽ പഠിക്കാനും വചനം ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രേരകശക്തിയായിട്ട് സമ്പൂർണ്ണ ബൈബിൾ
ഇടവക മൊത്തമായിട്ട് എഴുതാൻ ഇടയായി. ഈ വർഷം ഞങ്ങൾ മഹാജൂബിലിക്ക് ഒരുങ്ങുന്ന 2025 ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ 2025 വർഷ ജൂബിലി മഹാജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇടവകജനം മുഴുവനും ഒന്നു ചേർന്നുകൊണ്ട് കുടുംബ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗതമായിട്ടും കുടുംബം ചേർന്നും ഏതാണ്ട് 125ഓളം ബൈബിൾ എഴുതാനായിട്ട് തയ്യാറായി. ഈ ബൈബിൾ എഴുതാനായിട്ട് ഒരു പ്രേരക ശക്തിയായത് കഴിഞ്ഞ ശതാബ്ദി വർഷത്തിൽ ഇവിടെ ആദ്യം ഞങ്ങൾ സമ്പൂർണ്ണ ബൈബിൾ എല്ലാവരും ഇടവക മൊത്തമായിട്ട് നടത്തി. അതിൻ്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ്മ തലത്തിൽ 19 കൂട്ടായ്മക്കാരും സമ്പൂർണ്ണമായിട്ട് 3 മാസം കൊണ്ട് എഴുതി റെഡിയാക്കി കഴിഞ്ഞ വർഷം ഒരു റാലി നടത്തുകയുണ്ടായി. അത് ഒത്തിരിയേറെ ആളുകൾക്ക് ഒത്തിരിയേറെ ആത്മീയമായ പ്രചോദനം ഉൾക്കൊണ്ട് ഒത്തിരിയേറെ വിശ്വാസം ആഴപ്പെടാനും ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ടായി. രോഗശാന്തി മറ്റുള്ള ഒത്തിരിയേറെ സൗഖ്യം കിട്ടാനൊക്കെ ഇടയായി. അപ്പം അതുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, വെച്ചാൽ നമുക്ക് വീണ്ടും എഴുതണം, പ്രത്യേകിച്ച് മഹാജൂബിലിയോടനുബന്ധിച്ച് നമുക്കൊരു ബൈബിൾ വീണ്ടും എഴുതണം. ഈശോയുടെ വചനം മാംസം ധരിച്ചതിൻ്റെ അനുസ്മരണം, പ്രത്യേകിച്ച് ഈ ഡിസംബർ 1-ാം തീയതി തന്നെ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഈശോയുടെ രക്ഷാകരമായിട്ടുള്ള ദൈവം വചനം മാംസം ധരിച്ചതിൻ്റെ വലിയ ഒരു അനുസ്മരണം നമ്മളത്തെ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. ചരിത്രപരമായ വലിയ നിമിഷങ്ങൾക്കാണ് സിബിഗിരി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സാക്ഷ്യം വഹിച്ചത്. എല്ലാ ഇടവുകൾക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണിത്. വികാരി ഫാദർ ജോൺ പാളിത്തോട്ടം അധ്യക്ഷനായ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജോൺസൺ പാക്കരമ്പേൽ, കുടുംബ കൂട്ടായ്മ രൂപതാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പയ്യാനി മണ്ഡപത്തിൽ, ശ്രീ ജിമ്മി മളാക്കുഴി, ശ്രീ എഡ്വിൻ പാമ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് ബിഷപ്പ്മാർ ജേക്കബ് മുരിക്കൻ സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും നൽകി.